ഹൃദയം വിശാലമാകാൻ കാരണമായിട്ടുള്ള 10 കാരണങ്ങൾ എണ്ണുന്നൊരു പുസ്തകം. 10 കാരണങ്ങൾ അതിൽ വിശദീകരിക്കുന്ന കാണാം. ആ 10 കാര്യങ്ങൾ നമ്മൾ വളരെ ചുരുങ്ങി ഇന്നൊന്ന് പരിചയപ്പെടലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. ഇതിൽ അബ്ദുർ റസാഖ് അബ്ബാദ് അൽ ബദർ അദ്ദേഹം ഈ ഇൻഷിറാഹ് സദറിനെ വിശദീകരിക്കുന്ന വളരെ നമ്മുടെ മനസ്സ് തട്ടുന്ന ചില വാചകങ്ങളുണ്ട്. വൽ മഖ്സൂദ് ബിൻ ഇൻഷിറാഹ് സദർ, ഹൃദയം വിശാലമാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇർത്തിയാഹുഹു വതുമഅനീനതുഹു, അത് വല്ലാത്തൊരു റാഹത്തിലായ ഒരു കൽബാണ്. വതുമഅനീനതുഹു, വല്ലാത്തൊരു സമാധാനത്തിലുള്ള ശാന്തത അനുഭവപ്പെടുന്ന ഒരു ഒരു കൽബാണത്. വഇദാ മന്നല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിഹി ബിഹി, ഈ രൂപത്തിലുള്ള ഒരു ഹൃദയവിശാലത അള്ളാഹു ഒരു അടിമക്ക് നൽകിയാൽ എന്താ സംഭവിക്കുക? ഫശറഹ ലഹു സദ്റഹു വയസ്സറ ലഹു അംറഹു, അവൻ്റെ കൽബ് വിശാലമാകും, അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് ആവശ്യമായ കാര്യങ്ങൾ അവൻക്ക് എളുപ്പമായി മാറും. തഹഖഖത് ലിൽ അബ്ദി മസാലിഹുഹു ദീനിയ്യതു വദ്ദുന്യവിയ്യ, ദീനിയായിട്ടുള്ളതും ദുന്യവിയായിട്ടുള്ള അവൻ്റെ എല്ലാ നന്മകളും മസ്ലഹത്തുകളും അത് അള്ളാഹു അവൻക്ക് എളുപ്പമാക്കി കൊടുക്കും. വനാല മഖാസിദഹു വഅഹ്ദാഫഹു, അവൻ്റെ നല്ല നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും, അവൻ്റെ ലക്ഷ്യങ്ങൾ അത് സാധിപ്പിച്ചു കൊടുക്കും. ഫസഹുലത് അലൈഹിൽ ഇബാദാത്ത്, അള്ളാഹുവിനെ അനുസരിക്കൽ അവൻക്ക് എളുപ്പമായി മാറും. ഇന്ന കാര്യം നിർബന്ധമാണെന്ന് കേട്ടാൽ എളുപ്പമായി അത് കൊണ്ടുവരാൻ പറ്റും. ഇന്ന കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നൊരു കാലത്ത് മനസ്സിലായാൽ അത് ഒഴിവാക്കൽ അവൻക്ക് എളുപ്പമായി മാറും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ അവൻക്ക് എളുപ്പമായി മാറും. വതയസ്സറത് ലഹു ത്വാആത്ത് വതമക്കന മിൻ റിആയതി മസാലിഹിഹി വതഹയ്യ ലഹു തർബിയതു വലദിഹി. എന്തൊക്കെയാണ് പറഞ്ഞത്? അള്ളാഹുവിനെ അനുസരിക്കൽ എളുപ്പമാകും, അവൻക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന വിഷയങ്ങളിൽ അവൻക്ക് തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും, അവൻ്റെ മക്കളെ നല്ല നിലക്ക് തർബിയത്ത് നൽകാനുള്ള ഒരു അവസരം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് വിശദീകരിക്കുകയാണ്. വഅമ്മാ ഇദാ ളാഖ الصدر فإن كثيرا من مصالح العبد تتعطل. ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? കൽബ് കുടുസായാൽ, അള്ളാഹിൻ്റെ ദീൻ കേൾക്കുമ്പോൾ പുച്ഛം തോന്നാണ്, സുന്നത്തുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിനോടൊരു പുച്ഛഭാവം തോന്നാണ്, അത് സ്വീകരിക്കാൻ ഒരു താല്പര്യം മനസ്സിൽ വരുന്നില്ല. അങ്ങനെ കടുകട്ടി ഹൃദയത്തിന് ഉടമകളായാലോ എന്താ അവർക്ക് സംഭവിക്കുക? അവരുടെ മസ്ലഹത്തുകൾ നന്മകളൊക്കെ ഉപകാരപ്പെടാത്ത രൂപത്തിലേക്ക് പോകും. ഫലാ ഖുദ്റത ലഹു അലാ അമലിൻ, ഒരുപാട് നന്മകൾ കൺമുന്നിലുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. വലാ നശാത ലഹു ഫീ വുലൂജി അബ്വാബിൽ ബിർ, നന്മയുടെ വാതിലുകൾക്കുള്ള അവസരങ്ങൾ അവൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് അവൻ കടക്കാൻ പറ്റുന്നില്ല. ബൽ ലാ യസാലു മുതനഖിലൻ മിൻ ഹമ്മിൻ ഇലാ ആഖിർ, ഒരു പ്രയാസത്തിൽ നിന്ന് ഒരു ദുഃഖത്തിൽ നിന്ന് മറ്റൊരു ദുഃഖത്തിലേക്ക്, ഒരു ടെൻഷനിൽ നിന്ന് മറ്റൊരു ടെൻഷനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാകും ഹൃദയം കുടുസായവരുടെ അവസ്ഥ എന്ന് അദ്ദേഹം വിശദീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയവിശാലത, അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹമായിട്ടുള്ള ഹൃദയവിശാലത, ഇത് ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഹൃദയവിശാലത ലഭിച്ചവരുടെ വിഷയത്തിൽ അവരുടെ ജീവിതം നോക്കിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയ ചില അടയാളങ്ങൾ, അത് ഷെയ്ഖ് അബ്ദുർ റസാഖ് തന്നെ വിശദീകരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം 3 അടയാളങ്ങളാണ് അവിടെ എണ്ണിയത്. അവരുടെ ജീവിതം കണ്ടാൽ തന്നെ നമുക്ക് ഈ അടയാളങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തെ അടയാളം എന്താ? അയ്യുഖ്ബില അലാ ദാരിൽ ഖുലൂദി വൽ ബഖാ, എന്നെന്നും നിലനിൽക്കുന്ന അന്ത്യമില്ലാത്ത ആ ലോകത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നത് കാണാൻ പറ്റും. അവൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാകും അവൻ മറ്റേതോ ഒരു ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് അവൻ്റെ മുഴുവൻ ശ്രദ്ധയും അവൻ്റെ മുഴുവൻ കഴിവും അവൻ്റെ സമയവും കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ജീവിതം. രണ്ടാമത്തത് നശിച്ചു പോകാനിരിക്കുന്ന ദുനിയാവിലെ പല ഭൗതികപരമായിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങളോട് ഒട്ടും അവൻക്ക് താല്പര്യം ഉണ്ടാവില്ല. സമയം കളയാനോ അവൻക്ക് ആഖിറത്തിൽ ഉപകാരം ചെയ്യാത്തതോ ദുനിയാവിയായിട്ടുള്ള ഒരു ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളോട് വല്ലാത്തൊരു അകൽച്ച, ഒരു താല്പര്യമില്ലായ്മ. മൂന്നാമത്തത് മരണശേഷം അവനെ കാത്തിരിക്കുന്ന ആ സുദീർഘമായിട്ടുള്ള ലോകമുണ്ടല്ലോ, ആ ജീവിതം, അതിനുവേണ്ടി അവൻ തയ്യാറെടുക്കുന്നത് നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഹൃദയവിശാലത ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 അടയാളങ്ങൾ നമുക്ക് അവൻ്റെ ജീവിതത്തിൽ കാണുന്നവർക്ക് തന്നെ തോന്നിപ്പോകും എന്നാണ് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയവിശാലത അനുഭവിക്കാൻ, അത് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എണ്ണിയെടുത്ത് ഒന്നാമതായി എണ്ണിയതെന്താ? അസ്സബബുൽ അവ്വൽ തൗഹീദുല്ലാഹ്
ഇഖ്ലാസുദ്ദീനി ലഹു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഹൃദയങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് കേന്ദ്രീകൃതമായിട്ട് ഉള്ളൊരു ഹൃദയമാക്കണം. അതാണ് തൗഹീദ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ റജാ പ്രതീക്ഷകൾ, നമ്മുടെ ഭയം, നമ്മുടെ ഹുബ്, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, ആ മുഴുവൻ കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കേന്ദ്രീകൃതമായ മുവഹിദിൻ്റെ ഒരു ഹൃദയം, അള്ളാഹ്ക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യൽ. ഇങ്ങനെ നമ്മൾ അതിൽ മുന്നേറും തോറും ആ തഹ്ഖീഖു തൗഹീദിൻ്റെ ആ ദറജയിലേക്ക് ഒരാൾ എത്തുമ്പോൾ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം വിശാലമാക്കി കൊടുക്കും. ഒരാളും പേടിക്കാത്ത, ഖൗഫ് മുഴുവനും അള്ളാഹു, ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കണില്ല പ്രതീക്ഷകൾ, റജാ മുഴുവനും അള്ളാഹു, അത്യന്തികമായിട്ടുള്ള സ്നേഹം മുഴുവനും അത് അള്ളാഹുവിലേക്ക് കേന്ദ്രം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹ്ക്ക് വെറുപ്പുള്ളവരെ വെറുക്കുന്നു. ആ രൂപത്തിലുള്ള മുവഹിദിൻ്റെ ഹൃദയം ലഭിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ, ആ രൂപത്തിലുള്ളൊരു ജീവിതം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചാൽ നമ്മുടെ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരും. രണ്ടാമത് അസ്സബബു ത്സാനി അന്നൂറുല്ലദീ യഖ്ദിഫു അല്ലാഹു ഫീ ഖൽബി അബ്ദിഹി. രണ്ടാമത്തെ കാരണം എന്താ? ഈ ഹൃദയ വിശാലത ലഭിക്കുന്നവർക്ക് ശരിക്കും നടക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹു തെരഞ്ഞെടുത്ത അത്തരം അടിമകൾക്ക് അവരുടെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കുന്ന ഒരു വെളിച്ചാണത്, ഒരു വെളിച്ചാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു വെച്ചവർക്ക് ഇത് ലഭിക്കുള്ളൂ എന്ന് ബോധ്യപ്പെട്ട ഒരാൾ എന്താ ചെയ്യേണ്ടത്? നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അള്ളാഹിനോട് ചോദിക്കണില്ലെങ്കിലോ ചിലപ്പോൾ അള്ളാഹു തരൂല്ല. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ആ ഹിദായത്ത് കൊടുക്കുള്ളൂ. ഹിദായത്തിൻ്റെ ഉടമ അള്ളാഹു ആണ്, എത്ര ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല. മഹാനായ പ്രവാചകന്റെ ഭാര്യ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താ പറയുക, കാഫിരീങ്ങളുടെ ഒരു ഉദാഹരണമായിട്ടല്ല പറഞ്ഞത്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. കാഫിരീങ്ങളുടെ വലിയൊരു അടയാളമായി, അവർക്കുള്ളൊരു മാതൃകയായി, അവർക്കൊരു മുൻമാതൃകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് രണ്ട് പ്രവാചകന്മാരെ ഭാര്യയാണ്. അതേപോലെ തന്നെ വിശ്വാസികളുടെ വലിയൊരു മാതൃക എണ്ണിയത് ആരാണ്? വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. പരാക്രമിയായിട്ടുള്ള ഫിറൗനിൻ്റെ ഭാര്യയെ എണ്ണി. അപ്പം ഇതെന്താണ്? ഇതിന് അള്ളാഹിൻ്റെ കയ്യിലാണ് എല്ലാവരുടെയും ഹൃദയങ്ങളുടെ ഉടമ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കിട്ടുള്ളൂ എന്നുള്ള വലിയൊരു ആശയാണ്. അപ്പോൾ ആ ഹിദായത്ത്, ആ ഒരു വെളിച്ചം നമ്മുടെ കൽബിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമതായി ഒരു കൽബിൻ്റെ വിശാലത ലഭിക്കാൻ ഒരാൾ ചെയ്യേണ്ടത് എന്താ? അസ്സബബു സാലിസ് തഹ്സീലുൽ ഇൽമിൻ നാഫി. ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നേടുക എന്നതേ ഒരു പരിഹാരമുള്ളൂ. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക എങ്ങനെ? നമുക്ക് വെറുതെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വെച്ച് തരും ഈ അറിവ്? ഒരിക്കലുമില്ല. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം, അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. നമ്മളൊരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ തടയാൻ ഒരുപാട് പിശാച് പരിശ്രമിക്കും. കാരണം എന്താ? ആ ക്ലാസ്സിലേക്ക് പോയാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ ഈ വെളിച്ചം വെച്ചെടുക്കാൻ കാരണമാകും. പിശാചിൻ്റെ കുതന്ത്രങ്ങൾ അവിടെ പൊളിയും, അള്ളാഹുവിലേക്ക് അവൻ അടുക്കും, നരകത്തിൽ നിന്ന് അവന് ബഹുദൂരമായി മാറും, സ്വർഗത്തിലേക്ക് അവൻ അടുക്കാൻ കാരണമാകും. അപ്പോൾ ഹൃദയത്തിൽ ഈ ഒരു വെളിച്ചം ലഭിക്കാൻ നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ് മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ എണ്ണിയതായി നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാരണം അൽ ഇനാബത്തു ഇലല്ലാഹ് വഹുസ്നുൽ ഇഖ്ബാലി അലൈഹി. അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം തേടി മടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും പാപങ്ങളുണ്ടാവും. നമ്മൾ എത്ര പൂർണ്ണതയിലേക്ക് എത്താൻ പരിശ്രമിച്ചാലും മനുഷ്യന്മാരാണ്. കുല്ലു ബനി ആദമ ഖത്താ. എല്ലാ മനുഷ്യ സന്തതികളും ഖത്താകളാണ്. ഒരുപാട് തിന്മകൾ ആവർത്തിച്ച് ചെയ്തു പോകുന്നവരാണ്. പക്ഷെ അവരിൽ തന്നെ ഏറ്റവും ഉത്തമരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയവരാരാണ്? വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. പക്ഷെ ഈ തിന്മകളിലേക്ക് വീഴുന്നവരിൽ ഏറ്റവും ഉത്തമരാരാ? ധാരാളമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ഇങ്ങനത്തെ വീഴ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിലേക്ക് അഭയം തേടി മടങ്ങുക, പാപമോചനം തേടി അള്ളാഹുവിനോട് കൈയുയർത്തി പ്രാർത്ഥിക്കുക. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുവിലേക്കുള്ള അഭയത്തേട്ടം നമ്മളിൽ വർദ്ധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ വിശദീകരിച്ച വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു കാരണമാകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ കാണാൻ പറ്റും. അഞ്ചാമത്തെ ഒരു കാരണം അസ്സബബുൽ ഖാമിസ് ദവാമു ദിക്രില്ലാഹി തആല.
ദവാമു ദിക്രില്ലാഹി തആല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ സന്ദർഭത്തിലും അള്ളാഹിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദവാമു ദിക്രില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ എന്ത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ആരാണ് വിശ്വസിക്കുകയും കൽബുകൾ ദിക്റിനാൽ തുമഅനീനത്ത്, ശാന്തിയും സമാധാനം അടഞ്ഞ ഒരു കൽബിനെ കുറിച്ച് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ഈ തുമഅനീനത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നടത്തിയൊരു പ്രഖ്യാപനമാണ്. ആ ഒരു ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം അത് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തിൽ ഒരു സമാധാനം, അത് അള്ളാഹു പ്രഖ്യാപിച്ചത് ആർക്ക് മാത്രമാണ്? അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നവർക്ക് മാത്രമേ, ദിക്റുള്ളവർക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ആശയം മറ്റൊരു ആയത്തിലും പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹിനെ ധാരാളമായി ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. നിങ്ങൾ രാവിലകളിലും വൈകുന്നേരങ്ങളിലും അന്ത്യയാമങ്ങളിലും അള്ളാഹിനെ കുറിച്ച് ധാരാളം ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മളൊന്ന് ശരിക്കും നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ മൊത്തം ആശയങ്ങളൊന്ന് നമ്മളൊന്ന് ഓടിച്ചു നോക്കി നോക്ക്. ശരിക്കും അത് നമ്മളെ ട്രെയിൻ ചെയ്യിക്കണം എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ക്രയവിക്രയങ്ങളിൽ പോലും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനുള്ള ട്രെയിനിങ്ങാണ് നൽകുന്നത്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റാൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അല്ലേ, പിന്നെ അതേപോലെ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു സങ്കടം, ഒരു സന്തോഷം, ഒരു എന്താ പറയുക, ഒരു വിപത്ത്, ഏത് സന്ദർഭത്തിൽ ഒരു ക്രൂരനായിട്ടുള്ള ഒരാളുടെ ബുദ്ധിമുട്ട്, ഏത് സന്ദർഭത്തിലും ചൊല്ലാൻ പറ്റിയ പ്രാർത്ഥനകൾ. രാവിലത്തെ അദ്കാർ, വൈകുന്നേരത്തെ അദ്കാർ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള അദ്കാർ, വീട്ടിലേക്ക് എന്താ പറയുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള അദ്കാറുകൾ, വണ്ടിയിൽ പോകുമ്പോഴുള്ള അദ്കാർ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഡ്രസ്സ് ഊരുമ്പോൾ, ഭാര്യയെ സമീപിക്കുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ, അങ്ങനെ ഏത് സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അദ്കാറുകൾ കാണാൻ പറ്റും. മുസ്ലിങ്ങൾക്കിടയിൽ ആകെ വ്യത്യാസമുള്ളൂ, അള്ളാഹിനെ കുറിച്ച് ധാരാളം ഓർക്കുന്നവരുണ്ടാവും, തീരെ ഓർക്കാത്തവരുണ്ടാവും. ഇതേ വ്യത്യാസമുള്ള അധികം നമ്മൾ നോക്കിയാൽ. എല്ലാ സന്ദർഭത്തിലും അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നവരുണ്ടാവും, കുറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നവരുണ്ടാവും, കുറച്ചൊക്കെ അള്ളാഹിനെ ഓർക്കും, കുറേയൊക്കെ മറക്കുന്നവരുണ്ടാവും. ഇതിൽ അള്ളാഹിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ വളർന്നാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ കൂടുതൽ ആ വിശാലത എങ്ങനെ നൽകും. കൂടുതൽ വിശാലത ലഭിക്കുമ്പോൾ എന്തുണ്ടാവുക? നമ്മൾ ആഗ്രഹിക്കുന്ന പല നന്മകളും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം എന്ത്? റവാത്തിബ് സുന്നത്തുകൾ ചെയ്തവന് അള്ളാഹു വാഗ്ദാനം ചെയ്തത് എന്താ? ഒരു വീടാണ് സ്വർഗത്തിൽ. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? ആ വീട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓരോ ദിവസവും 12 റക്അത്ത് നമസ്കരിച്ചവന് ഓരോ ദിവസം ഒരു വീടാണോ, അതോ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോയ ആൾക്ക് ഒരു വീട് കൊട്ടുക? എങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചെന്താണെന്നറിയോ? അള്ളാഹു ഒരു ദിവസം ഈ 12 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു വീട് കിട്ടും ആ സ്വർഗത്തിൽ എന്നാണ് പറഞ്ഞത്. ഓരോ ദിവസത്തിൻ്റെ കണക്കാന്ന് പറയാം. അള്ളാഹിൻ്റെ ഫളിനെ കുറിച്ചാണോ നമുക്ക് സംശയം? ഇത് നമുക്കറിയാം, പക്ഷെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഷുറൂഖ് വരെ ഇരുന്നാൽ, കുറച്ച് ഖുറാനും ദിക്റൊക്കെ ചൊല്ലി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉംറയും ഹജ്ജും മുഴുവനും ചെയ്ത കൂലി അള്ളാഹു തരും എന്നാണ് പറഞ്ഞത്. സൂക്കിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട വെറും ഒരു ചെറിയ ജുംല, ഒരു ചെറിയൊരു സെൻറ്റൻസ്, നമ്മൾ ഭൗതിക വ്യവഹാരങ്ങൾക്ക് മാത്രം വേണ്ടി പോകുന്ന ഈ പറഞ്ഞ സൂക്കിലേക്ക്, കച്ചവടത്തിന് വേണ്ടി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ആ ദുആ ചൊല്ലിയവനെ 1,00,000 ദറജ, 1,00,000 കൂലി, 1,00,000 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. എത്രയാണ് ഒരു ജുംല? പക്ഷെ എത്ര പേർക്ക് ഓർമ്മ വരും? അപ്പോൾ പലതും ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റണില്ല. അപ്പം ഈ ഒരു തൗഫീഖ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിൻ്റെ ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വിശാലമായി കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത് എന്ന് പറഞ്ഞു. അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നവൻ്റെ ഒരു ഉപമയും അള്ളാഹിനെക്കുറിച്ച് തീരെ ഓർക്കാത്തവൻ്റെ ഒരു ഉപമം ഏതിനെ പോലെയാണ്? ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളും ഒരു മരിച്ചു കിടക്കുന്ന ഒരു ശവത്തിനെയും പോലെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം നമ്മുടെ കൽബിൻ്റെ റൂഹ് അത് അള്ളാഹിലുള്ള ദിക്റാണെന്ന് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഹദീസിനെ ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കണം. ആറാമത്തെ ഒരു കാരണം നമ്മുടെ ഹൃദയത്തിൽ വിശാലത ലഭിക്കാൻ, അൽ ഇഹ്സാനു ഇലാ ഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളോട് ഇഹ്സാനോടുകൂടി നമ്മൾ പെരുമാറുക, നല്ല നിലക്ക് പെരുമാറുക.
കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റില്ല. മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവനേക്കാളും എനിക്കിഷ്ടം തൻ്റെ സഹോദരനായിട്ടുള്ളൊരു വിശ്വാസിയുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോയ ഒരാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് കാണാൻ പറ്റുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേറൊരു ഹദീസിൽ എന്ത്, ഒരു സഹോദര വിശ്വാസിയുടെ കുർബത്ത്, ഒരു ബുദ്ധിമുട്ട് നീക്കിയവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിലുള്ള അവൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലാഹു നീക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറയാണ്, അള്ളാഹു നിങ്ങളെ സഹായത്തിനുണ്ടാകും, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താനുണ്ടാകും. ഏതുവരെ? നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കാനുള്ളിടത്തോളം കാലം അള്ളാഹു ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റും നമ്മുടെ പരിസരത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെ കണ്ടറിഞ്ഞ് അവൻ ചോദിക്കുന്നതിന് മുമ്പ് അവനെ ചെന്ന് സഹായിച്ചാൽ ആ സഹായത്തിൻ്റെ ഒരു ജസായി, ഒരു റിവാർഡായി, അതിൻ്റെ ഒരു പുണ്യമായി, ഒരു ഖൈറായിട്ട് അള്ളാഹു നമ്മുടെ കൽബിൽ ഹൃദയവിശാലത നൽകും. ഒരു പക്ഷേ വലിയ ഒരു വിപത്തിൽ നിന്നുള്ള നമ്മളെ ഒരു സംരക്ഷണം അള്ളാഹിൻ്റെ പക്കൽ നിന്ന് ലഭിക്കാൻ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരാളെ സഹായിച്ചതാകും, അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ച് സഹായിച്ചതാകും നമ്മളെ രക്ഷപ്പെടുത്താം. ഏതുപോലെ നമ്മൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം കേൾക്കുന്നുണ്ടല്ലോ. 3 നന്മകൾ, അവർ 3 നന്മകളാണ് അവിടെ എണ്ണിയത്. അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്ത സാമ്പത്തിക രംഗത്ത് അള്ളാഹിനെ ആലോചിച്ചുകൊണ്ട് മാത്രം എടുത്തൊരു തീരുമാനം. ധാർമ്മിക രംഗത്ത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയുടെ വക്കിലെത്തിയപ്പോൾ അള്ളാഹിനെ ഓർച്ച് പിന്മാറിപ്പോയ ഒരാൾ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കിയൊരു വ്യക്തി അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്ത് അവരെ പിന്നെ ആ ചെയ്ത കർമ്മങ്ങൾ എന്നാണ് അവർക്ക് ഉപകരിച്ചത്? പിന്നീട് ആ ഒരു ഗുഹയിൽ കുടുങ്ങിയപ്പോൾ അത് തവസ്സുൽ ചെയ്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അന്ന് ചെയ്യുമ്പോൾ അവരെ ആലോചിച്ചിട്ടില്ല, പിന്നീട് ഇന്നത് ഈ ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ച് നമ്മൾ സഹായിച്ചാൽ അത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഖൈറുകൾക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടുന്ന കാണാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ല ദീനിയായ ഒരു സുഹൃത്തിനെ നമുക്ക് ലഭിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ല ദീനിയായ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് എത്തിപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്കിങ്ങനെ വർദ്ധിച്ചു വരാം. നമ്മൾ പ്രതീക്ഷിക്കാതെ പണ്ട് കേട്ടതുപോലെ ഒന്നല്ല ഇപ്പോൾ കേൾക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു. നമ്മൾ പണ്ട് പ്രതീക്ഷിക്കാത്ത പോലെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ലഭിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ വേറൊരാളെ കണ്ടറിഞ്ഞ് അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ച് സഹായിച്ചതാകും ആ ഒരു ഹൃദയവിശാലതയ്ക്ക് കാരണമായിട്ടുണ്ടാവുക. 7ാമത്തെ സബബായി പണ്ഡിതന്മാരെ എണ്ണിയത് അശുജാ, നല്ല ധൈര്യം ഉണ്ടാവുക എന്നുള്ള. നല്ല ധൈര്യം, ഭീരുക്കളാവരുത്. അള്ളാഹിനെ മാത്രം നമ്മൾ ഭയപ്പെടുക. സാധാരണഗതിയിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കിയാൽ എന്താണ്, പലരും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പല അടയാളങ്ങളും മാറ്റിവെക്കുന്നത് എന്ത് ഭയന്നിട്ടാ? മറ്റുള്ളവരെ കമൻറ്റ് ഭയന്നിട്ടാ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഭയന്നിട്ടാ, എനിക്ക് ഇന്നൊരു പ്രൊമോഷൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നിട്ടാ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ. മറ്റുള്ളവരെ കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും നന്മയിൽ നമ്മളെ മുന്നേറുന്നതിനെ തൊട്ട് നോർമലി ജനങ്ങൾക്കിടയിൽ അവർക്ക് മുന്നിൽ ഒരു തടസ്സമായി കാണുന്നത്. അപ്പോൾ ആ ഒരു ഹൃദയവിശാലത ലഭിക്കണമെങ്കിൽ എന്താ? അള്ളാഹിനെ മാത്രം ഭയപ്പെടുന്നൊരു അവസ്ഥ നമുക്കുണ്ടാവണം. അള്ളാഹിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് നല്ല ഉറച്ച തീരുമാനങ്ങൾ ഒരാളെയും ഭയപ്പെടാതെ എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകളുടെ വാതിൽ നമ്മുടെ ഹൃദയത്തിൽ ആ വെളിച്ചം കൂട്ടി കൊടുക്കും. 8ാമത്തേത് അസ്സബബു സാമിൻ ഇബ്ആദു അദ്വാഇൽ ഖുലൂബി വ അസ്ഖാമിഹാ. ഹൃദയത്തെ രോഗിയാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ സ്വന്തം നഫ്സിനെ ദൂരത്താക്കുക. എന്താണ് ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് അസൂയ, പൊങ്ങച്ചം, ഈഗോ, കുശുമ്പ്, അഹംഭാവം, ഇതൊക്കെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതേപോലെ പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ് മഅസിയത്തുകൾ. ചില മഅസിയത്തുകൾ, ശുബ്ഹത്തുകൾ, ഷഹവാത്തുകൾ. ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലരും അയക്കുന്ന വീഡിയോ, പലരും അയക്കുന്ന ക്ലിപ്പുകൾ, പലരും അയക്കുന്ന എഴുത്തുകൾ, ദീനിനെക്കുറിച്ചുള്ള കളിയാക്കൽ അതിലുണ്ടാവും. മോശപ്പെട്ട കാര്യങ്ങളെ നല്ല മൊഞ്ചാക്കി എഴുതിയ എഴുത്തുകൾ അതിലുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ, അതൊക്കെ കേൾക്കാൻ ഒരു കാരണമാകുമ്പോൾ അത് ശരിക്കും നമ്മളറിയാതെ നമ്മുടെ കൽബിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഷഹവത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗികതയെ നശിപ്പിക്കുന്നതായിട്ടുള്ള തബറുജ് നിറഞ്ഞ എല്ലാ മേക്കപ്പുകളും ഇട്ടിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ നമ്മൾ കാണും തോറും നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൾ കൂടുകയാണ്.
ഒരുപാട് ഖൈറുകളുടെ വാതിൽ നമ്മുടെ മുന്നിൽ അടയാണ് ചെയ്യണത്. അത് പല രൂപത്തിലാവും നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ ഹൃദയങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഇത്തരം രോഗങ്ങളെ തൊട്ട് നമ്മുടെ കൽബിനെയും നെഫ്സിനെയും നമ്മൾ ദൂരത്താക്കുക. അത് നമ്മളിപ്പോൾ ഒരു ചിരിയുടെ പേരിനോ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിലായാൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് ഒരിക്കലും എക്സ്പോസ് ആകാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം അതിലേക്ക് എക്സ്പോസ് ആകുന്നോ, എത്രത്തോളം നമ്മൾ അത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്നോ, അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുന്നുണ്ട്. അത് എന്നാണ് നമ്മളെ ഈ വഴിയിൽ നിന്ന് നമ്മൾ തെന്നിപ്പോകാൻ കാരണമാകാൻ നമുക്ക് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖുർആനിലൊരു ആയത്ത് തന്നെ ഉണ്ട്, വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ജാഹിലുകൾ ജഹാലത്തുമായിട്ട് നമ്മളോട് സംസാരിക്കാനോ തർക്കിക്കാൻ വന്ന അവരായിട്ട് തർക്കിക്കാൻ പോകണ്ട, സലാം പറഞ്ഞ് അവരിൽ നിന്ന് മാറിപ്പോയിക്കോന്ന്. ഇത് കണ്ടിട്ടാണ് സലഫ് സ്വാലികൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. തർക്കുൻ നദരി ഫി അഹ്ലിൽ കലാം, നമ്മളെ ദീനിൻ്റെ വിഷയത്തിൽ സംശയം ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ നോക്കാതിരിക്കുക, ഇത് സലഫുകളുടെ മൻഹജാണെന്ന് പറഞ്ഞിട്ടാണ് പുസ്തകങ്ങൾ എഴുതിയത്. അപ്പോൾ ഈ മൻഹജിന് വിപരീതം പോയാൽ ഒരുപക്ഷെ നമ്മുടെ കൽബിലെ വെളിച്ചം നഷ്ടപ്പെടും. നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ പറയണത് എന്താണെന്ന് കേൾക്കാൻ പോകും, ക്ലബ് ഹൗസിലെ ഡിബേറ്റ് കേൾക്കാൻ പോകും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചർച്ചകൾ, ദീനിൻ്റെ അടിസ്ഥാനങ്ങളൊന്നും മനസ്സിലാവാത്തവർ അതൊക്കെ പോകും. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു 8ാമത്തെ കാരണം വളരെ ഗൗരവത്തോടുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പഴയ കാലത്ത് എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പോസ് ആകണമെങ്കിൽ 100ഓളം കിലോമീറ്റർ നടന്നു പോകണം. ഈ നാട് വിട്ടിട്ട് ചിലപ്പോൾ ഇവരായിട്ടുള്ള ആൾക്കാർ ഇല്ലാത്ത നാട്ടിലേക്കൊക്കെ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഓരോരുത്തരുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ. അപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 9ാമത്തെ കാരണം അസ്സബബു താസി തർക്കു ഫുദൂലിൽ ഉമൂർ. എന്താണ് തർക്ക് ഫുദൂലിൽ ഉമൂർ? നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരം ചെയ്യാത്ത ഫുദൂലുകളായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറഞ്ഞത് എന്താ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നമ്മളെ ബാധിക്കാത്ത, നമുക്കൊരു ഉപകാരം ചെയ്യാത്ത വിഷയങ്ങൾ അത് നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ കാരണമാവുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യമില്ല, ഇപ്പോൾ ഒരു സമയം നമ്മളൊരു കാര്യം സമയത്തിന് അത് ദുനിയാവിൽ എന്തെങ്കിലും ഹൈറോ അതുമില്ല, ദീനിൽ എന്തെങ്കിലും ഹൈറോ അതുമില്ല. അങ്ങനത്തെ വിഷയങ്ങൾക്ക് ഒരുപാട് സമയം നമ്മൾ കൊടുക്കാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിശാചിൻ്റെ ഒരു കുതന്ത്രം കൂടിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് പിശാചിൻ്റെ ഒരു കുതന്ത്രമാണ്. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു പരീക്ഷാ മുറി, ആ പരീക്ഷയിൽ പരാജയപ്പെടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഉത്തരം തെറ്റി എഴുതണം, കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റി എഴുതണം, അല്ലെങ്കിൽ ഉത്തരം എഴുതാതെ വെറുതെ ഇരുന്നാലും പരാജയപ്പെടില്ലേ. അപ്പം പിശാച് എന്താ ചെയ്യുക, നമ്മുടെ സമയം തിന്നാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഇന്നാന്ന് ആലോചിച്ചാൽ അത് മണിക്കൂറുകളോളം റീൽസിൽ ഇങ്ങനെ പോകും, മണിക്കൂറുകളോളം ഷോർട്സിൽ ഇങ്ങനെ പോകും, മണിക്കൂറുകളോളം ഇങ്ങനെ ഫീഡ് ഇങ്ങനെ നോക്കി പോവുകയാണ്. നമ്മൾ സമയം പോകണം അറിയണില്ല. മണിക്കൂറോളം ഇങ്ങനെ സ്റ്റാറ്റസുകൾ, ഇന്ന നാട്ടിൽ നടന്നു. കുറഞ്ഞൊരു സമയം എന്താ പറയുക, ഒന്നൊരു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതല്ല, എത്രയോ മണിക്കൂറുകളോളം നമ്മുടെ സമയം തിന്ന് പൈസ ഉണ്ടാക്കുകയാണ് കമ്പനികൾ. നമുക്ക് നഷ്ടപ്പെടുന്നതോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട, നമ്മുടെ ഏറ്റവും വലിയ നിധിയാണ് നഷ്ടപ്പെടുന്നത്. പണ്ഡിതന്മാർ പഴയ കാലത്തൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ട് നമുക്ക് അത്ഭുതം തോന്നും. കുല്ലമാ ദഹബ നഫസുക് ദഹബ ബഅദുക് എന്നാ പറഞ്ഞത്. നമ്മുടെയൊക്കെ ഓരോ ശ്വാസം പോകുമ്പോൾ നിങ്ങളിൽ ഒരു അംശമാണ് നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. ഒരു ശ്വാസം നിങ്ങൾ ഖബറിലേക്ക് അടുത്തു എന്നാ പറഞ്ഞത്. സെലഫുകളിൽപ്പെട്ട ചിലർ അവരൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു സുഹൃത്തുണ്ടാവും, ഒന്ന് ഇവിടെ വരും, നമുക്ക് കുറച്ച് നാട്ടുവർത്താനം പറഞ്ഞിരുന്നാലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞൊരു വാചകം ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും, അംസിക് ഷംസ്. ആ സൂര്യൻ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ, സമയം തൽക്കാലം മുന്നോട്ട് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റുമോ, അന്ന് ഞാൻ ഇരിക്കാന്ന് പറയും. ഹൈറാണെങ്കിൽ ഇരിക്കും, ആഖിറത്തിലെ ഹൈറാണെങ്കിൽ ഇരിക്കും. പക്ഷെ അതിനൊന്നും അല്ലാത്തൊരു സമയത്തിന്, അത്രയും സമയത്തിൻ്റെ വിഷയത്തിൽ അനിശ്ചതയുള്ളവരായിരുന്നു. ആഖിറത്തിന് വേണ്ടി ഓരോ സെക്കൻഡും പണിതവരായിരുന്നു നമ്മുടെ സലഫ് സ്വാലിഹീൻ. നമുക്കൊന്ന് അവരെ പോലെ മുഴുവനായിട്ട് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ പോലെ ആകാനെങ്കിലും ശ്രമിക്കണം അല്ലേ. ഫതശബ്ബഹു ഇൻ ലം യകൂനു മിസ്ലഹും ഇന്ന തശബ്ബുഹ ബിൽ ഖിയാരി ഫലാഹു. നമുക്ക് അവരെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിൽ അവരെ പോലെ ആകാൻ, അല്ലെങ്കിൽ അവരെ അതേപോലെ ആകാൻ പറ്റിയില്ലെങ്കിൽ അവരെ പോലെ ആകാനുള്ള ശ്രമിച്ചോ. കാരണം അവരുമായിട്ടുള്ള തശബ്ബ് അത് തന്നെ വിജയമാണെന്ന ചില പണ്ഡിതന്മാർ കവിതാ വരികളിലായിട്ട് പറഞ്ഞേ കാണാൻ പറ്റുന്നു. അവസാനത്തെ അസ്സബബുൽ ആഷിർ, 10ാമത്തെ കാര്യം ഹുസ്നു ഇത്തിബാഇൻ നബിയിൽ കരീം. ഈ പറഞ്ഞ 9 കാര്യങ്ങളും മടങ്ങുന്ന അടിസ്ഥാന സോഴ്സാണ് എന്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരാനുള്ള ശ്രമം, അതിനോട് വല്ലാത്തൊരു ഹുബ്ബുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനെ അവഗണിക്കുന്ന, അതിനെ പുച്ഛിക്കുന്ന എന്ത് പ്രവണത കണ്ടാലും മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ, അതൊക്കെ വലാലത്താണ്. അത് ചെറിയ വളരെ ഏറ്റവും എളുപ്പത്തിൽ ഒരാൾക്ക് ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു അടയാളമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനെ വില കൽപ്പിക്കുന്നുണ്ടോ, അത് ഖൈറിൻ്റെ മാർഗ്ഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകൾ അവഗണിച്ച് അതിനെ തള്ളി പുച്ഛിച്ച് മാറ്റുന്നൊരു സ്വഭാവം ഉണ്ടോ, അത് വലാലത്തിൻ്റെ ഒരു അടയാളമാണ്. മാലിക് റഹിമഹുല്ലാഹു തആല, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പറയുക, മൻ അറാദ നജാത്ത് ഫഅലൈഹി ബികിതാബില്ലാഹി വസുന്നതി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, അവൻ അള്ളാഹിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കട്ടെ എന്ന്. അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അസ്സുന്നത്തു സഫീനത്തു നജാഹ് മൻ റകിബഹ നജ വമൻ തഖല്ലഫ അൻഹാ ഗരിഖ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നൂഹ് നബിൻ്റെ കപ്പലിനെ പോലെയാണ്. അതിലേക്ക് കയറിയവൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടും. കയറാതെ നോക്കി നിന്നു, ആ സുന്നത്തോളം തൽക്കാലപ്പിക്ക് വേണ്ട, അതൊക്കെ ഇപ്പോൾ അവർ നോക്കിക്കോട്ടെ, എനിക്കിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോ, ആ വെള്ളപ്പൊക്കം വന്നാൽ അതിൽ മുങ്ങി മരിക്കും ചെയ്യും. അപ്പം സലഫുകളുടെ ജീവിതം നോക്കിയാൽ, സ്വഹാബാക്കളുടെ ജീവിതം നോക്കിയാൽ, ഇമാംമാരുടെ ജീവിതം നോക്കിയാൽ എല്ലാവരും ഹദീസുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയവരായിരുന്നു. അതുകൊണ്ടാണ് സത്യമാർഗത്തിലുള്ള ആൾക്കാരുടെ അടയാളമായിട്ട് തന്നെ പറഞ്ഞത് അഹ്ലുൽ ഹദീസ് വൽ അസർ. അല്ലെങ്കിൽ നമ്മൾ സ്വയം നാട്ടിൽ എല്ലാവരും പരിചയപ്പെടുത്തുന്ന അഹ്ലു സുന്ന, സുന്നത്തിൻ്റെ വക്താക്കൾ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സംഘത്തെക്കുറിച്ച് പറഞ്ഞ അടയാളം തന്നെ എന്താ, മൻ കാന മാ അന അലൈഹി വസ്ഹബി, ഞാൻ എന്തൊരു മാർഗത്തിലാണോ എൻ്റെ സുന്നത്ത്, വ അലൈഹി അസ്ഹാബി, എൻ്റെ സ്വഹാബാക്കളുള്ള സുന്നത്ത്, മൻഹജുസ് സലഫ്, ഇത് മുറുകെ പിടിച്ചവരാണ് ആ രക്ഷപ്പെട്ടവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ട് പരിചയപ്പെട്ട ഈ ഒരു ഹൃദയത്തിൻ്റെ വെളിച്ചം, ഈ ഒരു ഹൃദയത്തിൻ്റെ വിശാലത, ഇത് നമ്മൾ കേണപേക്ഷിക്കുക നമ്മുടെ റബ്ബിനോട്. അത് കിട്ടിയവൻ രക്ഷപ്പെട്ടു, അത് നഷ്ടപ്പെട്ടവന് തീരാ നഷ്ടത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല